നൃത്തമാടാ മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തെ നിൻ മുന്നിൽ ആടാ. പാദങ്ങളാൽ നൃത്തമാടാം മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തെ നിൻ മുന്നിൽ ആടാം. നാഥാ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാം. ഭൂഷിതയാമിൽ ചൂടാരത്നമെടുക്കൂ. സർവാഭരണ വിഭൂഷിതയാമിൽ ചൂടാരത്നമെടുക്കൂ. നിൻവിരിമാറിലെ വനമാലയിലെ വിശോകമലരിനെ എതിരെ ചിലമ്പിൻ തിരയിളകീരമ്പും ലയത്തിൽ ലയിക്കൂ. നാഥാ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാം. വ്രീളാലോലതരംഗിണി പോലും ശോകാകുലമല്ലോ. വ്രീളാലോലതരംഗിണി പോലും ശോകാകുലമല്ലോ. ഉന്മാദിനിയാ നിന്നെ തേടുമെൻ ജീവാ മിഴിമുനകളുലഞ്ഞു ഹൃദന്തം തുളുമ്പി. നാഥാ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാം. മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തെ നിൻ മുന്നിൽ ആടാം. മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാം. ധ്രുവ, എന്തോ കഷ്ടപ്പെട്ടോടാ? കുറച്ചധികം അല്ലേ? പറയുമ്പോ തന്നെ ഉണ്ട്, പക്ഷെ പാടി തീർത്തപ്പോ ഒരു സമാധാനം അല്ലേ?
അങ്ങനെയല്ല. ആ. എന്താ സമാധാനൊക്കെ ഉണ്ട്. ആ അത്ര ഹെവി അല്ലേ. ഹെവി അല്ലേ? ഓക്കെ, എന്തായാലും ചോദിച്ചു നോക്കാം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് മാച്ചിങ് അല്ലേ? ഓക്കെ, ചോദിക്കാം. അൽഫോൺസ് ധ്രുവമോളെ, എന്തോ? ഇതൊരു ഭയങ്കര ഹെവി സോങ് ആണ്. പക്ഷെ മോൾ അതെടുത്ത് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ മോളുടെ ഒരു സൈസും അവിടെ നിപ്പൊക്കെ കണ്ടപ്പോൾ. പക്ഷെ നന്നായിട്ട് പാടി. ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ട് എങ്കിലും. ചരണം, ചൂട, രത്നം, എടുത്തു അല്ലേ? ആ ഒരു ലൈൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടിയപ്പോഴും ചൂട എന്നുള്ളത് ഇച്ചിരി ഫ്ലാറ്റ് ആയിരുന്നു. മോക്കത് മനസ്സിലായിരുന്നോ? തോന്നുന്നുണ്ടായിരുന്നോ? ചെറുതായിട്ട് ഒന്ന് പാടാമോ ആ ഭാഗം? സർവാഭരണ വിഭൂഷിതയാമിൻ ചൂടാരത്നമെടുത്തു. ചൂടാ. ആ നോട്ടിലേക്ക് അങ്ങോട്ട് എത്തിയില്ല, കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ട് പോയി. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നിൻവിരിമാറിലെ വനമാലയിലെ വിശോക, അവിടത്തൊക്കെ സംഗതികൾ ഇങ്ങനെ മണിമണി പോലെ വന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാനായിട്ട്. അത് ചരണത്തിലും അതുപോലെ തന്നെ നന്നായിട്ട് അത് പോയി. പിന്നെ ജീവാത്മാവിനെ എതിരേൽക്കൂ, അതിന്റെ ഒരു എൻഡിങ് നോട്ട് എനിക്കൊരു ഡൗട്ട് തോന്നി. ഒന്ന് പാടാമോ ആ ലൈനെ? ജീവാത്മാവിനെ എതിരേൽപ്പൂ. ഓക്കെ. പിന്നെ ദീപാരാധനയായി എന്ന് പറയുന്നിടത്ത് കുറച്ച് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് മേ ബി നല്ല ഹൈലായതുകൊണ്ടായിരിക്കാം ഇച്ചിരി ഇതുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, അത് ആ റേഞ്ചിന്റെ ഒരു വിഷയമാണ്. നമ്മൾ ശരിയാക്കി എടുക്കണം അത് കേട്ടോ, ഓവർ ദ കോഴ്സ് ഓഫ് ടൈം. ഏറ്റവും അവസാനം അത് ഒന്ന് ടെൻഷൻ ആയി പോയാ? ചെറിയൊരു വൃത്തിന്റെ ഒരു പ്രോബ്ലം വന്നു. ആണല്ലേ? അപ്പോ എന്തെങ്കിലും ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. ആണോ? ചെയ്യുന്നുണ്ട്. എന്ത് എക്സസൈസാ ചെയ്യുന്നേ? ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഓരോ നോട്ട്സ് പാടും ഓരോ റേഞ്ചില്. ഓക്കെ, അത് എങ്ങനെയാ ബ്രെത്ത് ഹോൾഡ് ചെയ്യുന്നത്? എങ്ങനെയാ? ഒരു എക്സാമ്പിൾ. ഇങ്ങനെ എടുത്തിട്ട് ശ്വാസം എടുക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചേക്കും. ഇല്ല, ഇവിടെ ഹോൾഡ് ചെയ്യും വൈറ്റ്. അല്ല, അത് നമ്മള് ചെസ്റ്റ് ബ്രീതിങ് ആകരുത്. അതായത് നമ്മൾ ബ്രീത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പെട്ടെന്ന് ബ്രെത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ എടുക്കും. അത് ഒരിക്കലും നമുക്ക് ഒത്തിരി എയർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ, ഡയഫ്രം ഏരിയ ഇവിടെ ഫില്ലിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് ഇപ്പം നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് കണ്ടിന്യൂസ്ലി പാടാൻ പറ്റും. ആ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി റോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, അതായിരിക്കും പെട്ടെന്ന് നമുക്കൊരു നമ്മൾ അവിടെ നിന്ന് പോകുന്നത്, സ്റ്റോപ്പായി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മോളുടെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും നന്നായി പാടുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരത് സർ. മകളെ, എന്തോ നല്ല പാട്ട് മോളെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയൂ, കേക്കാം. ഇത് ലിറിസിസ്റ്റ് കൈതപ്രന്ത മാധുര നമ്പൂതിരി. പിന്നെ മ്യൂസിക് നമ്പൂതിരി സർ. പിന്നെ മ്യൂസിക് ചെയ്തത് രവീന്ദ്ര മാസ്റ്റർ. പിന്നെ പാടിയത് യേശുദാസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. മോളെ, എനിക്ക് ചില ഏരിയകളിൽ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല മുത്തേ. ഇപ്പോ ആ വേഗത്തിൽ അതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാകാം. കുറച്ചും കൂടെ പാടാമോ? മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തിൽ നിൻ മുന്നിൽ ആടാ. അത് കൃത്യമായിട്ടൊന്ന് പാടാമോ? ആടുന്നത് മോളെ, ഒരു ഇടയ്ക്കുള്ള ഒരു നോട്ട് ഫ്ലാറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. അതങ്ങൾ പോന്നത് കൃത്യമായിട്ട് പോട്ടെ. അതല്ല, അതിന് മുമ്പ് കുഞ്ഞ് ആടാ. അത് ഒരു കൃത്യതയോടെ വരുമ്പോ അതിനൊരു സുഖമുണ്ട് മോളെ. പിന്നെ ആ ജീവാത്മാവിനെ മക്കളൊന്ന് പാടാമോ അത് കൃത്യമായിട്ട്? മോളെ, അത് നിന്നെ തേടുമെൻ ജീവാത്മാ
ജീവാ അജീവാ. ജീവാ ആ അത് കേക്കട്ടെ, പാടൂ. ജീവാ ആ ആ ആയിക്കോട്ടെ മോളെ. മക്കളെ അതുപോലെ ആ പാടി നിർത്തുന്ന ഒന്ന് കൃത്യമാക്കും മക്കളെ. നൃത്തമാടാ. നൃത്തമാടാ. അതെന്താണത്? അതെന്താണത്? നൃത്തമാടാ. അതെന്താണത്? നൃത്തമാടാ. ആ ബാക്കി ആ മതി കേട്ടോ. എപ്പോഴും നമ്മളത് പ്രധാനമായിട്ട് നമ്മളത് നീത എപ്പോഴും ആ ക്ലാരിറ്റി മക്കളെ ഞാൻ പറഞ്ഞത്. അത് ആ ഏതൊക്കെ നമ്മൾ ഏത് സ്വരങ്ങളിലൂടെ നമ്മൾ വരുന്നതെന്നുള്ള ഒരു നല്ല ധാരണ വേണം. നിങ്ങളൊക്കെ നല്ല ടാലൻറ്റഡ് ആണ്. അപ്പം അത് മക്കളത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് അന്യസ്വരത്തിൽ തുടത്തിൽ ഇപ്പോൾ ഈ സിനിമാ സംഗീതം എന്ന് പറയുമ്പോൾ അത് നമ്മൾ അധികം മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതിനകത്തൊക്കെ ചില നോട്ട്സുകളൊക്കെ അത് ചിലപ്പോൾ പാടി വരുന്ന ഫ്ലോയിൽ വരും, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു രാഗമായിട്ടൊരു ഒരു 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 എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം മോളെ കേട്ടോ. അത്രേ ഉള്ളൂ. ചേച്ചി ധ്രുവ എന്തോ സുന്ദരി എന്തോ അത് പറഞ്ഞപ്പോഴാണ് നന്നായി പാടി മോളോ. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് എനിക്ക് ഈ കൊച്ചു കിളിക്കുട്ടിയെ ഇഷ്ടമാണ്. നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടപ്പോ. നല്ല കുഞ്ഞു ശബ്ദം അല്ലേ? ഈ മോളാണോ ഇതിൽ ഏറ്റവും ഇളയത്? അയ്യടാ ഒരു വാവയാണ് അല്ലേ? നന്നായി പാടി മോളൂ. ഈ ചെറിയ ചെറിയ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഓൾറെഡി അൽഫോൺസ് ചേട്ടൻ പറഞ്ഞു, പിന്നെ ശരത് സാർ പറഞ്ഞു, അതൊക്കെ കറക്റ്റ് ചെയ്യാ. ഓക്കെ. പിന്നെ ഹൈ പാടുമ്പോഴത്തേക്ക് സ്ട്രെയിൻ ഉണ്ടെങ്കിലും അത് ഭംഗിയായിട്ട് പാടി, കഷ്ടപ്പെട്ട് പാടി. ഇത് എളുപ്പമുള്ള പാട്ടല്ല പാറു, ഭയങ്കര ബുദ്ധിമുട്ടായത് വന്നപ്പോഴേ പറഞ്ഞു ചേച്ചി. പക്ഷെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു. ചക്കരയാണ് ഇവിടുത്തെ ഗ്രൂമേഴ്സിന് കൊടുക്കണ ഒരു വലിയ കൈഡി. കുട്ടികളെയൊക്കെ എങ്ങനെ ആക്കി എടുക്കുന്നില്ലേ? പൂവാണോ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ ഗ്രൂമേഴ്സ് ഒക്കെ ഫുൾ ടൈം ഉറങ്ങാന്ന്, അതുകൊണ്ടായിരിക്കും അവര് കൂവിയത് അല്ലേ? കൂവേഴ്സ് നിങ്ങളെന്തിനാ ഇപ്പൊ കൂവിയത്? അതിപ്പോ ഞങ്ങളുടെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയാ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തൊക്കെയാ പറയുന്നത്? പൂക്കിയോ എന്തൊക്കെയുണ്ടല്ലോ വാക്ക്. ജെൻസി ചേച്ചിയോ പാടുന്ന? അല്ല ജെൻസി ചേച്ചിയാവാം അല്ലേ? ജെൻസി കിഡ്സ്. ഇത് ഏത് രാഗത്തിലാന്നറിയോടാ? ചാരുകേശി. അയ്യോ എല്ലാം അറിയാം. നന്നായിരുന്നു മോളു, ബ്യൂട്ടിഫുൾ. മറ്റൊന്നും പറയാനില്ല ഇതില്. ഇനി നന്നാവട്ടെ. ചില മറ്റെന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോ പിള്ളേരെ ഇവര് മഞ്ചരിക്കിട്ട നോക്കി വെച്ചേക്കുന്നത് പണി തന്നോണ്ടിരിക്കാണ്. നേരത്തെ സാറായിരുന്നു, പക്ഷെ അവൻ അവിടെ നിന്ന് പോയി. അവൻ മുങ്ങി. നമ്മുടെ എന്തുട്ട ശ്രീഹരി അവിടെ നിന്ന് മുങ്ങി. ഇപ്പൊ അടുത്ത ടീം എത്തിയിട്ടുണ്ട് കൈയടിക്കാൻ. ഇപ്പൊ വരും. അപ്പൊ നമുക്ക് കൈയടിച്ച് കാണിച്ചു കൊടുക്കണം അവന്. അതെ എന്താന്നുള്ളത്. അതെ നന്നായി പാടി മോളൂ. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സാർ എന്താ? സോറി, എന്താ മോളെ? ഒന്നുകൂടെ ചോദിക്കണം. ശരത് സാർ എന്തോ ധ്രുവയുടെ മാർക്ക് 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ചേച്ചി ധ്രുവയ്ക്ക് 8.6. സാർ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, സോ ടോട്ടൽ 17. ഓക്കേടാ.